അല്ല, അഫ്സൽ അവിടെ SFIക്ക് ഒരു പങ്കുമില്ല എന്ന് പറയും. അഫ്സൽ SFIക്ക് ഒരു പങ്കുമില്ല എന്ന് പറയും. 3 നേരം ഭക്ഷണം കൊടുക്കാതിട്ട് കൊന്നതിനെ പറ്റി പറയുമ്പോഴേക്കും ഭക്ഷണം കൊടുക്കാത്തതിൽ പിടിച്ചെന്ന് ആള് കയറും അല്ലേ? എന്താണത് കാരണം? വിഡ്ഢിത്തരം പറയാതിരിക്കാ. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിഡ്ഢിയാണേ. ബാക്കി ക്യാമ്പസിലിട്ട് കൊല്ലാക്കൊല നടത്തിയതിനെ കുറിച്ച് അഫ്സലിന് ഒരു പ്രശ്നമില്ല. ഭക്ഷണം കൊടുക്കാത്തതാണ് അഫ്സലിന് പ്രശ്നം അല്ലേ? എടാ, തന്തയ്ക്ക് പറക്കാത്തത് തെറ്റൊന്നുമല്ല, പക്ഷെ അതൊരു അലങ്കാരമായി കൊണ്ട് നടക്കരുത്. നിങ്ങൾ കോൺഗ്രസിന് അച്ചാർ വാങ്ങി ഒരു ചെറുപ്പക്കാരനെ കൊന്ന് കെട്ടിട്ട് ഇവന്റെയൊക്കെ ഈ കൊണവധികാരം കേട്ടോണ്ടിരിക്കണോ കാശ്മീർ? നമ്മള് കോൺഗ്രസിന്റെ അച്ചാറൊക്കെ കൈ വെക്കുക കേട്ടോ അഫ്സലെ. ഞാൻ ഈ ചർച്ചയില്ല. നിങ്ങളൊന്ന് നേരത്തെ ഉണ്ടാക്കി കോൺഗ്രസിന്റെ അച്ചാറൊക്കെ കൈ വെക്കുക. ഇതിലും ഭേദം അവരെ തല്ലിക്കൊല്ലുക. ഇക്കണക്കിന് പോയ നാട്ടുകാരെ തന്നെ തല്ലിക്കൊന്നോളൂ. കോൺഗ്രസിന്റെ അച്ചാരം വാങ്ങി വർത്താനൊക്കെ കൈ വെക്കുക. പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. നിങ്ങളുടെ സംഘടനാ നേതൃത്വം ഒരു 22-കാരനെ തല്ലിക്കൊന്ന കഥ പറ. നിങ്ങൾ ഇറങ്ങിയെന്ന് പോകുന്നേ ഈ പറയണ ചെയ്യണോ? ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. കുറെ നേരമായിട്ട് വരട്ട് കാണല്ലോ. ഇയാൾ ചർച്ചക്കില്ലെങ്കിൽ ചർച്ച നടക്കില്ലേ? എന്ത് ചർച്ചയാ? ഒരു ചെറുപ്പക്കാരനെ തല്ലി കൊന്നിട്ട് ഞാൻ ചർച്ചക്കില്ല പോലും. ഇയാളുമായിട്ട് ചർച്ച ചെയ്യണമെന്ന് ആർക്കാ നിർബന്ധം? ഇറങ്ങി പോണം. ഹേ, അന്തസ് വേണോടാ, അന്തസ്. ഓ പോയി പിണങ്ങിപ്പോയി. കുറെ നേരമായിട്ട് വരട്ട് കാണല്ലോ. ഞാൻ ചർച്ചക്കില്ല ഇറങ്ങി പോണം. ഇമാതിരി ഉളുപ്പില്ല ന്യായീകരണം പറയാതിരിക്കാൻ സ്നേഹം കൊണ്ട് വിളിച്ചതാകട്ടെ. അതെ അതെ. നാണമുണ്ടോ ഒരു വിദ്യാർത്ഥി സംഘടനയായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കാൻ? ഒരു ചെറുപ്പക്കാരനെ കൊന്ന് കെട്ടിത്തൂക്കിയതിനു ശേഷം 18-ാം തീയതി അവൻ കൊല്ലപ്പെടുന്ന ദിവസം നീ എല്ലാം കൂടി ഒരു പരാതി ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ട് വരിക. ഒരു പെൺകുട്ടിയെ ആ ചെറുപ്പക്കാരൻ അപമര്യാദയിൽ പെരുമാറിയെന്ന് പറഞ്ഞിട്ടാ കാണിക്കുന്നത് മുഴുവൻ ശുദ്ധ പോക്കറ്റരാട്ടോ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ബക്കറ്റും രസീതും വാർഷിക പിരിവൊക്കെ ആയിട്ട് ജനങ്ങളുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടി വാങ്ങുമ്പോൾ മിനിമം ഒരു കമ്മിറ്റ്മെന്റ് എങ്കിലും വേണം ജനങ്ങളോട് രാഷ്ട്രീയക്കാരന്. അവധി ദിവസം ഞായറാഴ്ച കോളേജുകാരൻ പരാതി വാങ്ങിക്കുന്നു. ആ ചെറുപ്പക്കാരൻ മരിച്ച മണ്ണോടടിഞ്ഞ ദിവസം ആ കോളേജിൽ ഒരു ഇടതുപക്ഷ സംഘടനാ നേതാവായ അധ്യാപിക അടിയിൽ ഒപ്പിടുന്നു. ഇവൻ കുറ്റം ചെയ്തു. എന്താ ചെയ്യുക? അനുഭവിക്കുന്നവർക്കറിയാം അതിന്റെ വിഷമം. ഇപ്പോഴത്തെ കാലത്ത് ചർച്ച ചെയ്ത തീരുമാനമല്ല ഉണ്ടാവുന്ന യുദ്ധമാണ്. 18-ാം തീയതി മരിച്ചു. 19-ാം തീയതി മരിച്ചു. 19-ാം തീയതി സംസ്കാരമൊക്കെ കഴിയുന്നതിലേക്ക് കടക്കാണ്. ഇവിടെ പരാതി, ആ കള്ളപ്പരാതി മുന്നോട്ട് പോകുന്നു. 26-ാം തീയതി ഒരു അധ്യാപിക ഒപ്പിടാണ് കീഴേ. നിന്റെയൊക്കെ ഷോ കണ്ടുകൊണ്ടിരിക്കാൻ സൗകര്യമില്ല. കുറെ നേരമായിട്ട് പറയാണല്ലോ. ശരിയാ, ജനങ്ങൾക്ക് നല്ല ബുദ്ധി വന്നാ പിന്നെ അവരെല്ലാ പാർട്ടിക്കാരെയും കല്ലെറിഞ്ഞ് കൊല്ലാനിടയുണ്ട്. 24 മണിക്കൂറും രാഷ്ട്രീയക്കാരനായിട്ട് അഭിനയിക്കുമ്പോൾ 1 മിനിറ്റെങ്കിലും അന്തസ്സുള്ള രാഷ്ട്രീയക്കാരനായിട്ട് ജീവിക്കുക. മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.